ഇന്നിപ്പോൾ കുടുംബം കൂടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. മുമ്പ് അങ്ങനെയൊന്നുമല്ല. മുമ്പ് ഒരു കല്യാണം ഉണ്ടായാൽ മതി. ഒരു 4 ദിവസം മുമ്പ് തന്നെ അളിയാക്കാരും മൂത്തന്മാരും അമ്മമാരും ഒക്കെ പാടും വരുന്നതാണ്. എന്നിട്ട് ഈദും പട്ടി ഒടിച്ച് സാരിയും കെട്ടി പന്തലൊക്കെ കെട്ടി അങ്ങനെയൊക്കെ ഇനി പഴയ കല്യാണം. ഇപ്പം അതല്ല, ഇപ്പം എല്ലാം ഇവിടെ തന്നെ നോക്കി നിങ്ങൾ അവിടെ ചിരിച്ചാൻ വരെ ആളാക്കിയേക്കുക. വേറെ നമുക്ക് ചിരിച്ചാൻ നേരം ലേറ്റ്. ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ പൗഡറിട്ടൊക്കെ നിർത്തും. അപ്പോൾ ഓക്കെ 2500 റുപ്യ എന്തിനാ വരുന്ന ആൾക്കാർ ഇങ്ങനെ ചിരിച്ചാൽ ഓളെ പണിയത് ആരാ വരുന്നത് നോക്കറിയില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റത്തിലാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളിങ്ങനെ കുടുംബക്കാരൊക്കെ പാടെ കൂടി ഈ ബഹളം ഇതിൻ്റെ നിർബന്ധമായ കാര്യമാണ് കേട്ടോ. ഇത്ര അച്ചടക്കത്തോടു കൂടി ഒരു കുടുംബസംഗമം നടന്നാൽ ആ കുടുംബം തമ്മിൽ തെറ്റാന്നർത്ഥം. തമ്മിൽ ബന്ധമുള്ള ആളുകൾക്ക് കണ്ടാ വർത്തമാനം പറയാതെക്കാൻ കഴിയൂല. അതുകൊണ്ട് ഇവിടെ എന്നിട്ട് എവിടുന്നേ കണ്ട വിളയെ അറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി വീണ് കുട്ടികളും മക്കളൊക്കെ കയ്യിൽ ഓടി ഒക്കെ പാടെ അലമ്പായി എന്തെങ്കിലുമൊക്കെ വീണ് പൊട്ടി ഇങ്ങനെയൊക്കെയാണ് ഇത് അവസാനിക്കേണ്ടത്. എന്നാലാണ് കുടുംബസംഗമം വിജയിച്ചു എന്ന് പറയാം. പക്ഷേ എൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഇത് വിജയിക്കണമെങ്കിൽ ഇത് തുടർന്നും നടക്കുമ്പോഴാണ്. ഒന്നാമത്തത് എപ്പോഴും ഗംഭീരമായിട്ട് നടക്കും. ഇപ്പം ഞാനിപ്പം 10 വർഷം പിന്നിട്ട് ഒരു കൂട്ടായ്മ കഴിഞ്ഞ് വരിക. അപ്പം ഞാൻ 10ാം വാർഷികവും ഗംഭീരമാണ്. അപ്പം അവിടെ ആശംസ പ്രസംഗിച്ച ഒരാൾ പറഞ്ഞു ചെയ്തു ഒരു സംഗമം 10 കൊല്ലമൊക്കെ നീണ്ടുക്കാരന വലിയ സംഭവമാണ്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും പറഞ്ഞാൽ. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ഇനി ഇവിടെ അങ്ങോട്ട് ഇത് തുടരണം. അത് തുടരേണ്ട കാരണങ്ങൾ എന്താണെന്നാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. കുടുംബസംഗമം നടത്തുന്നത് ഇപ്പം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിനെ കുറിച്ച് അറിയാനാണ്. അപ്പോൾ ഞാൻ ഈ കുടുംബസംഗമത്തിൽ എല്ലായിടത്തും ചോദിക്കണ ചോദ്യമുണ്ട്. അത് ഇവിടെ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മറുപടി പറയാം. ഒന്നുമില്ല, വലിയ ചോദ്യം നല്ല തെറ്റിദ്ധരിക്കരുത് ചോദിക്കാൻ. ഞാൻ അറിയുന്ന ആളെ പറ്റി പറയാനാണ്. നമ്മൾ ഈ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അരീക്കോട്ട് കൂടെ ഒക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ? ആ ആളറിയില്ലേ? അവരുടെ ബാപ്പാൻ്റെ പേരറിയോ? രാജീവ് ഗാന്ധി. മൂപ്പരമ്മാൻ്റെ പേരോ? വെരി ഗുഡ്. ഇന്ദിരാഗാന്ധിൻ്റെ ബാപ്പാൻ്റെ പേരോ? നെഹ്റുവിൻ്റെ ബാപ്പാൻ്റെ പേരോ? മോത്തിലാൽ നെഹ്റു. ഓക്കെ, സമ്മതിച്ചു. നിങ്ങൾ അടിപൊളി, ഉഷാറാണ്, കൈയടിച്ചോളി. ഇനി എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം വേറെ. ഇതേപോലെ നിങ്ങളെ വല്യാപ്പാൻ 5 എണ്ണം പറഞ്ഞാൽ 10,000 റുപ്യ തരും. അല്ല, ഈ രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ലല്ലോ 5 വല്യാപ്പാനില്ല, നിങ്ങൾക്കും ഉണ്ടല്ലോ. ഉൾപ്പെട്ടെങ്കിൽ പറയും. 4ാമത്തെ ഉണ്ടോ? 5 പോട്ടെ, 4 ഇല്ല. നിങ്ങൾ കുഞ്ഞമ്മക്ക അബോക്കരാക്കാർ. ഞാൻ ഇപ്പോൾ വിശ്വസിക്കാനും നിൽക്കാൻ പോയി കൊളിങ്ങളോടുന്ന്. അതൊന്നും പറ്റേ. അതായത് ഈ കുടുംബസംഗമത്തിന് ഞാൻ മനസ്സിലാക്കുന്ന 1ാമത്തെ ഘട്ടം ഇതാണ്. അതായത് നമ്മളെ തലമുറകൾ അറിയാന്നുള്ളതാണ്. ബാപ്പ വെല്ലിപ്പ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ വെച്ചാൽ ഇപ്പം സ്കൂളിലൊക്കെ ഞാൻ വലിയൊരു സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയി. ഒരു റെസിഡൻഷ്യൽ സ്കൂളാണ്, കാര്യപ്പെട്ട. അപ്പോൾ ടൗണിലാണ് വലിയ. കുട്ടികളോട് സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ വാപ്പാൻ്റെ പേരൊക്കെ ചോദിച്ചപ്പം നാട് എവിടെയോ സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റിലാണ്. പിന്നെ ഇവിടെ രാജ്യം ചോദിച്ചപ്പോൾ ഒരു സ്ഥലം അപ്പം നമുക്ക് അറിയുന്ന സ്ഥലമാണ്. അപ്പം എന്താ വാപ്പാൻ്റെ പേര് ചോദിച്ചപ്പം എന്തോന്ന് പറഞ്ഞു. വല്യാപ്പാനെ അറിയോ? വല്യാപ്പാൻ്റെ പേരെന്തോ ചോദിച്ചു. അപ്പം ഒരു 12ാം ക്ലാസ് 10ാം ക്ലാസ് 11 ലെവലിൽ പഠിക്കുന്ന കുട്ടികളാണ്. അതായത് ഈ 15-16 വയസ്സുള്ള കുട്ടീനോട് ഞാൻ ചോദിച്ചു എൻ്റെ കുട്ടി എൻ്റെ വല്യാപ്പാൻ്റെ പേരെന്താ എന്ന് ചോദിച്ചപ്പം കുട്ടിക്ക് പറയാൻ അറിയില്ല. ഞങ്ങൾ അപ്പാപ്പ എന്നാ വിളിച്ചത്. എന്തോന്ന് പറഞ്ഞു. ബാപ്പാൻ്റെ പേരെന്താന്ന് ശരിക്കല്ലേ പേര്. ഇവിടെ ഇപ്പം ഒരു കമാനം കണ്ടപ്പോഴല്ലേ AC മൂസ ഹാജി, അതൊരു പേരാ. ആ കുട്ടിയൊക്കെ അതറിയാം എന്ന് പറഞ്ഞതുപോലെ നമ്മളെ വല്യാപ്പാരെ കുറിച്ച് നമ്മളെ കുട്ടിയൊക്കെ അറിയാത്ത കാലത്താണ് ഇപ്പം നമ്മൾ ജീവിക്കണതെന്നർത്ഥം. അത് നമ്മൾ അതിശയോക്തിയൊന്നുമല്ല, അതൊരു കുറ്റമായിട്ട് ഞാൻ പറയണില്ല. ഇന്നത്തെ ജീവിതത്തിൽ അതാണ്. മുമ്പ് അതല്ല. മുമ്പ് വാപ്പാനെയും വല്യാപ്പാനൊക്കെ നമുക്കറിയാം. മാത്രമല്ല അവരൊക്കെ അനുഭവിച്ചിട്ടുള്ള ത്യാഗം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കണ പല ആളുകളുടെയും ഇപ്പം അസംഗാക്കാനൊക്കെ ചെറുപ്പത്തിൽ കണ്ടിണിയാൻ ജുനൈദിൻ്റെയും ഇവരൊക്കെ വാപ്പാനെ മുനീറിൻ്റെയൊക്കെ. അതായത് അന്നത്തെ അവർ മാത്രമല്ല, ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് പറയല്ല. ഇത്തരത്തിലുള്ള എല്ലാവരും ഒരു കഷ്ടകാലത്തിൻ്റെ കാലമായിരുന്നു അന്ന്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷുകാരൊക്കെ പാടെ ഊറ്റി വലിച്ചു പോയി. ഇവിടെ ഒരു പണിയില്ല, കൂലിയില്ല, ഒന്നുമില്ല. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ വല്ലിപ്പാരൊക്കെ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ജീവിതം ആരംഭിക്കുമ്പോൾ വീടില്ല, കുടിയില്ല, തിന്നാനും കുടിക്കാനും ഒന്നുമില്ല. അന്നത്തെ അമ്മമാരുടെ ഡയലോഗ് എന്താ? എല്ലാ എറേപ്പുറത്തൊക്കെ പോയാൽ കേൾക്കൽ ദത്താപ്പ തിന്ന ചോദിച്ചു. ഇന്നും എറേപ്പുറത്ത് പോയാൽ കിട്ടുന്ന ചോദ്യം ദത്താപ്പ തിന്നാൻ തന്നെയാണ്. എന്താ അതിൻ്റെ അർത്ഥം മാറി. അന്ന് വല്യമ്മ ദത്താപ്പ തിന്ന വെച്ചാൽ ഒത്തില്ലായിട്ട് ചോദിച്ചാ ദത്താപ്പ തിന്ന ഒന്നുമില്ല. ഇന്നും ചോദിക്കാം എന്താപ്പ കഴിക്കുക. കാരണം ഇവിടെ തന്നെ കുഴിമന്തി, കോഴി, ബിരിയാണി എല്ലാം കൂടി 5-6 ഇതിന്നിപ്പോൾ തിന്നാന്ന് അപ്പത്തെ ചോദ്യം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെല്ലിപ്പാരെടുത്ത ത്യാഗോജ്വലമായിട്ടുള്ള ജീവിതത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകളുടെ അനന്തരഫലമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കിതൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല. ആ വാപ്പാരൊന്നും ഇത് അനുഭവിച്ചിട്ടില്ല. അവരൊക്കെ അന്നാന്ന് അധ്വാനിച്ച് കിട്ടുന്നത് എവിടുന്നെങ്കിലുമൊക്കെ കയറ്റിക്കൊണ്ടെന്ന് അതങ്ങോട്ട് തിളപ്പിച്ച് തിന്ന് അതുപോലെ കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തുക്കും. വാപ്പ വരുന്ന കാത്ത് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എനിക്കറിയാം 6 റുപ്യ 7 റുപ്യ 10 റുപ്യൊക്കെ അന്ന് കൂലിട്ട.
ആ 10 റുപ്യക്ക് കൂലി കിട്ടിയാൽ 5 റുപ്യക്ക് 6 റുപ്യക്ക് ഒരു ലിറ്റർ അരി, ലിറ്ററാന്ന് അല്ലേ? എനിക്കറിയാം, നമ്മളെ വീടൊക്കെ പണിയെടുക്കുമ്പോൾ മണ്ണാൻ ബാലേട്ടനൊക്കെ കൂലിട്ടിയ ആ തുണിൻ്റെ അല്ലേ ആ മുണ്ടിൻ്റെ തലക്കലാണ് ഒരു കീസ് കെട്ടിയാണ് ആകെ കൂലിട്ടി അതിനെ ഉണ്ടാവുള്ളൂ. മാത്രമല്ല പട്ടിണിയും പരിവട്ടവും ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോഴത്തെ കുട്ടികളോട് പട്ടിണി വെച്ചാൽ വാട്ട് യു മീൻ പറ്റിനി എന്നൊക്കെ ചോദിക്കുമല്ലോ ഇംഗ്ലീഷിൽ. അവർക്ക് മലയാളം അറിയില്ല. അവർക്ക് തിന്നിട്ട് ബറ്റ് വിലക്കടിച്ചിട്ടേ ഇപ്പം പോയി നോക്കിയാൽ അറിയാം എത്രങ്ങാനും ചോറ് കളഞ്ഞാണ് നമ്മൾ. മുമ്പൊക്കെ അതിനും വേണ്ടിയിട്ട് മണ്ടിടുന്ന കാലമുണ്ട്. അപ്പം ഈ കുടുംബ സംഗമത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മളെ വെല്ലിപ്പാരെ കുറിച്ചുള്ള ചർച്ചകളാണ്, അവർക്ക് വേണ്ടിയുള്ള ദ്വായകളാണ്. അതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടാവും രാവിലെ. അവരെ നമ്മൾ ആരാന്ന് അറിയലാണ്. കാരണം അവർ ചെയ്തിട്ടുള്ള ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താ നയവിറക്കലാണ്. ഒരു പക്ഷേ അന്നത്തെ കാലത്ത് സ്വന്തം കുടുംബത്തിനെ പോലും പോറ്റുന്നതും വലിയ ഒരു ത്യാഗമാണെന്ന്. പക്ഷേ അവരെടുത്തിട്ടുള്ള നിലപാടുകളുണ്ട്, അതിന്നും എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. കാരണം അവരുടെ നിലപാടുകളായിരുന്നു ശരി എന്നുള്ളത് ഏറെക്കുറെ തെളിഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കും. ഉച്ചയാകുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സാധ്യത കൂടും. ഉറങ്ങണമല്ലോ ഉറങ്ങിക്കോളി, ഒരു പ്രശ്നമില്ല. പക്ഷെ ഉറങ്ങാണ്ട് പഡ്ഡോ ഉറങ്ങി വെക്കരുത്. അതുകൊണ്ട് എപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തൊട്ടടുത്ത ആൾ നോക്കേണ്ടി ഓല ഉറങ്ങീനോ എന്നിട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ ഞാൻ ചോദിക്കാനുള്ള കാരണം ഇതാണ്, ചോദ്യങ്ങൾ ഇതാണ്. എന്താ ചോദ്യം? ഒന്ന്, നമ്മളെ വല്യാപ്പാക്ക് എത്ര കുട്ടികളുണ്ടായിരുന്നു എന്നാ ചോദ്യം. 7. ഈ കുട്ടീൻ്റെ ഓൾ 6-7 വയസ്സുള്ള കുട്ടി പറയാണ് ഓളെ വല്യാപ്പയ്ക്ക് 7 കുട്ടികളാണ്. അങ്ങനെയാണെങ്കിൽ ഓളെ അമ്മാൻ്റെ വല്യാപ്പാക്ക് എത്ര കുട്ടികളുണ്ടാവും? എനിക്കറിയില്ല. പിന്നെ പറഞ്ഞോളി കേൾക്കും. അത് നിങ്ങൾ കുട്ടികൾ നിർത്തി. കുട്ടികൾക്കൊക്കെ 5-6 അറിയുള്ളൂ. നിങ്ങൾ 2 അക്കത്തേക്ക് കിടക്കാണ്ട് ഇവിടെ. അല്ലേ എൻ്റെ അപ്പാക്ക് വല്യാപ്പാക്ക് എത്ര കുട്ടികളുടെ അറിയോ? വല്യാപ്പാക്ക് എത്ര കുട്ടികൾ അമീദിനറിയോ? കരീമേ? 4. അതിൻ്റെ തൊട്ട് തലമുറ അൽബിയാക്ക ഹൈദരാക്കാക്ക് എത്ര കുട്ടികളാണ് ഓട്ടാട്ടുള്ളി? 4. 5 പെൺകുട്ടികളില്ലേ? 5 ഉള്ളൂ? 4. അതിൻ്റെ തൊട്ട് മുമ്പത്തെ തലമുറ. ഇപ്പം അതായത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ള AC മോസഹാജി എന്നൊക്കെ പറഞ്ഞ ആളുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു തലമുറയിൽ എത്ര മക്കളുണ്ടാവും ഒരു ഉമ്മക്ക്? ബെർറ്റത്തെ മറി എത്രയാണ്? ഈ 12. 2 അത് പെണ്ണുങ്ങളേക്കാ 2-3 കുട്ടികളല്ല. 12. ഇനി 12-ലധികം ഉണ്ടെങ്കിൽ പറഞ്ഞോളി. 12-ലധികം. ഞാൻ എൻ്റെ പറയാം. എൻ്റെ 2 വല്യമാരുണ്ടാവല്ലോ നമുക്ക്. ഒരു വല്യമാക്ക് 12 കുട്ടികളാണ്. അതിലൊരു കുട്ടി ചെറുപ്പത്തിൽ തന്നെ മരിച്ചാലോ, ഞാൻ കണ്ടിട്ടില്ല. ബാക്കി 11 ആൾ ജീവിച്ചിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ മരിച്ചുപോയി. മറ്റേ വല്യമാക്ക് 8 ഉള്ളൂ. എന്താ കാരണം അറിയോ? ആരോട് പറയരുതിട്ടോ, ഞാൻ പറയട്ടെ. വല്യാപ്പ മരിച്ച് എന്നെ 8 വല്യാപ്പ മരിച്ചപ്പോൾ ചിരി തരിക. 8 അതുകൊണ്ട് മറ്റാവുണ്ടാവും 16. ഈ അന്നത്തെ കാലതാ. എന്നാൽ എൻ്റെ വല്യാപ്പാക്കും വല്യമാക്കും ഉണ്ടായിരുന്നത് ഒന്നുമില്ല. നമ്മൾ ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ പൂർവികരായിട്ടുള്ള കുടുംബസംഗമത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് മുൻ തലമുറകളെ കുറിച്ചാണ്. അവരെടുത്തിട്ടുള്ള ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് സ്വന്തം വീട് പോലും ഉണ്ടായിരുന്നില്ല. പഴയ തലമുറയിൽ പലർക്കും സ്വന്തം സ്ഥലമില്ല. സ്ഥലമൊക്കെ ആരെ പേരില്ല? ആർക്കാ സ്ഥലം ഉണ്ടാകുക? കാരണന്മാർക്കറിയാം. ഒന്നുകിൽ അമ്പലത്തിൻ്റെ പേരിൽ ബ്രഹ്മസം, അല്ലെങ്കിൽ ദേവസ്വം, അല്ലെങ്കിൽ നമ്പൂരിമാർ, ജമ്മിമാർ, അവർക്കൊക്കെ ഭൂമി. വേറെ ആർക്കും ഭൂമിയില്ല. നിങ്ങൾ പഴയ ആധാരമൊക്കെ എടുത്ത് നോക്കുന്നുണ്ടോ? അവരെ ഭൂമിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി വളച്ച് കെട്ടി അവിടെ ഒരു ചെറ്റപ്പര കെട്ടിണ്ടാക്കി അതിൽ സുഖസുന്ദരമായിട്ട് ജീവിക്കലായിരുന്നു. ആ വീട്ടിൽ നിന്നാണ് ഈ 10-12 കുട്ടികളൊക്കെ ഉണ്ടായത്. ഇന്ന് എല്ലാവർക്കും സ്വന്തം വീടുണ്ട്. വീട് മാത്രമല്ല, ടൈൽസ് ഉണ്ട്, മാർബിൾ ഉണ്ട്, മുറ്റത്ത് തന്നെ ടൈൽസ് ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ ഒന്നും തരാൻ ബാക്കിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ വേറെയും കണ്ട അപ്പം അത് പൊളിച്ചാണ്ട് അപ്പം തന്നെ അതാക്കി എല്ലാ കോലത്തും നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ ഒരു സന്തോഷം സമാധാനം ഒന്നും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഇല്ല എന്ന് ഞാൻ പറയാം. മാത്രമല്ല, പുതിയാപ്പളയും പുതിയണ്ണും തമ്മിൽ മോത്തുകൊക്കെ വർത്താനം തന്നെ പറയല്ലോ ഇപ്പം. എന്തോ നിങ്ങൾക്ക് ചൂടാകാത്ത? ഹസ്ബൻഡും വൈഫും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മുഖത്ത് നോക്കി സംസാരിക്കാറുണ്ടോ? എന്നാ പറയാ? അറിയില്ല. അറിഞ്ഞാൽ പിന്നെ എത്തുവാകാലോ. പുതിയ സോഷ്യൽ എഞ്ചിനീയേഴ്സ് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാറില്ല. സംസാരിക്കും, എല്ലാ കാര്യവും നടക്കും, ജീവിതം നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. മൂപ്പർക്കറിയാലോ, മൂപ്പരറിയാലോ, ഓരും പറഞ്ഞ് അങ്ങനെ പോവും. കുടുംബത്തിലോ എല്ലാം സുഭിക്ഷമായിരിക്കും. എന്താ പറയാ, മൂപ്പരിൻ്റെ ഷർട്ടോടെ, ബനിയനോടെ, ചായയോടെ, ചോറോടെയൊക്കെ ചോദിക്കും, അതൊക്കെ കിട്ടും. അതേസമയം പെണ്ണുങ്ങൾ പറയും, എന്താ പറയാ, കൂട്ടാൻ വെക്കാത്തില്ല, മല്ലിമുളകും കഴിഞ്ഞിന് കക്കൂസിൽ പഴുപ്പ് വീസായിനൊക്കെ പറയും. അത് മൂപ്പര് വാങ്ങിത്തരും. അങ്ങനെ ഒരു പോക്കാ പോവാ.
അതേ പകരം രണ്ടാൾ കൂടി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് കുടുംബസംഗമത്തിന് പ്രമാണിച്ച് നമ്മൾ 1-2 തീരുമാനങ്ങൾ എടുക്കണം. അതിൽ ഒന്നാമത്തെ തീരുമാനം ഇതാണ്. ഏത്? ഇന്ന് അന്തിക്ക് പോയിട്ട് പുതിയാപ്പളുടെ മുഖത്തേക്ക് നോക്കി വർത്താനം പറയാം. എന്താവും? എങ്ങനെ ഞങ്ങൾ കിടക്കാൻ? ഒരാൾ ബെഡ് കിടക്കും, മറ്റാൾ പോയിട്ട് ബാതിൽ കൂച്ചിട്ടും ലൈറ്റ് ഓഫ് ആക്കും. മുന്നിറേ എന്നിട്ട് ഇങ്ങനെ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ പറയാം ഓഫാക്കല്ലി അറിയാം. എന്നിട്ട് ഇവിടെ ഇരിക്കുക അറിയാം പെണ്ണുങ്ങൾ. എന്നിട്ട് മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. എന്താ ഉണ്ടാകുക? ഇന്നത്തെ ചിരിച്ചിന് ഞാൻ മണ്ടത്തെ പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങണോ? ആലോചിച്ച് നോക്കി. എന്താ പറയാ? പുതിയാപ്പളി ഇപ്പം മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. എന്താ പുതിയാപ്പളി തന്നെ പെണ്ണുങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി വിചാരിച്ചാ? അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് പുതിയാപ്പളിൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ഉണ്ടാകുക? എന്താ ഡയലോഗ് ഉണ്ടാകുക? ആദ്യമായിട്ട് കാണാം അങ്ങനെയൊക്കെ പറയും അച്ചടി ഭാഷയിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു തരാം. ഒന്ന് നോക്കി ദത്തം നോക്കൂന്ന് ചോദിച്ചു മൂപ്പര്. അല്ലാതെ നിങ്ങൾ എന്താ നോക്കുന്നു എന്നൊക്കെ പോലും പറയുമോ? ഇത് സിനിമറ്റേത് ദത്തം നോക്കൂന്ന് ചോദിച്ചു. അപ്പം എത്തില്ല അല്ലേ? അങ്ങനെ മിക്കവാറും അവനാൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ എത്ര നേരം സംസാരം പോവും? നമ്മളെ കുട്ടികളെ കാര്യം, നമ്മളെ വീട്ടിലെ കാര്യമൊക്കെ നോക്കിയാൽ 10 മിനിറ്റൊക്കെ നിങ്ങൾ പുതിയാപ്പള്ളി മുതൽ ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞാൽ അവാർഡ് വരും. ആരാനെ പറ്റിയല്ല, അവനാനെ പറ്റി പറയണം. നമ്മളെ വീട്, നമ്മളെ കുടി അല്ലേ, നമ്മളെ പേരൊക്കെ നന്നാക്കണ്ടേ? നന്നാക്കണം. ഇങ്ങനെ പോയി മിക്കവാറും 3-ാമത്തെ മിനിറ്റോട് കൂടി ചിലക്കാണ്ടല്ലേ ഏറ്റവും ബാക്കി കടന്നിട്ടും ഒറ്റ കടത്തേക്കാണ്. അപ്പം അതിൽ നിന്ന് മാറി കുടുംബസംഗമത്തിൻ്റെ 2-ാമത്തെ പോയിന്റ് അതാണ്. റിലേഷൻസ്, ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ബന്ധങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, കാണിക്കുക. ഇന്നില്ലാത്ത സംഭവം അതാണ്. അതുകൊണ്ട് അടുത്തൊരു ചോദ്യത്തേക്ക് ചോദിക്കുക. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, നിങ്ങൾ ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ടാ ചോദിക്കണം കേട്ടോ. ഇന്ന് കേൾക്കില്ലേ? ഹലോ. ഇന്ന് സ്വന്തം അവനാൻ്റെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് എത്ര ആൾക്കാരുണ്ട്? കൈവതിച്ചാണി നോണാറിയരുത് കേട്ടോ. മുനീറ എണ്ണിയ 1 2 3 4 5 6 7 8 9 10 11 14 16 ആള് പൊന്നാര പടപ്പുകളെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തില്ലെങ്കിൽ ഇനിയിപ്പോൾ ആ കുട്ടികൾക്ക് ഉമ്മ കൊടുക്കാൻ നിങ്ങൾ ആരെ ഏർപ്പാടാക്കി? ഇന്നത്തെ ഞങ്ങളെ കഥ അതാ. റിലേഷൻ ഇന്ന് ബന്ധങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. മക്കൾ സ്വന്തം കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്താൽ ഞാൻ ചോദിച്ചേ, ഈ പൊന്തിച്ചേലിൻ്റെ പകുതി മിക്കവാറും കുളിപ്പിച്ചുമ്പോൾ മേത്തുകൂടെ വീണോക്കേക്കാരം. ഉമ്മ കൊടുത്തൊന്നും ആവില്ല. മാത്രമല്ല അങ്ങനെ ഒരു വികാരം നോക്കി നിങ്ങൾ ഈ കെട്ടിപ്പിടിക്കാനുള്ള അവസരം ഏതെങ്കിലും മൃഗങ്ങൾക്ക് അള്ള കൊടുത്തണോ? ഹലോ, ഏതെങ്കിലും മൃഗങ്ങൾ തമ്മിൽ കണ്ടാൽ കെട്ടിപ്പിടിക്കുവോ? ഇല്ല. ഞാൻ കണ്ടിട്ട് കാർട്ടൂണിലൊക്കെ ഉണ്ടാവും, അല്ലാതെ ഉണ്ടോ? കുരങ്ങനോ? കുരങ്ങൻ മറ്റേ കുരങ്ങനെ ആകുമ്പം ബാപ്പയെ ഒരു കെട്ടിപ്പിടിച്ചോ? ഇല്ല. കുരങ്ങെന്താ പ്രസവിക്കണ സമയത്ത് ചെറിയ കുട്ടിയാകുമ്പം ആരെങ്കിലും പിടിച്ചിക്കുക. അല്ല, ഒരു കുരങ്ങൻ മറ്റേ കുരങ്ങനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കലൊന്നുമില്ല. ഉണ്ടോ? 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 ആയിക്കോട്ടെ, ഉണ്ടെങ്കിൽ കുട്ടികൾ പറഞ്ഞപ്പോൾ ശരി, നമ്മൾ പറഞ്ഞല്ല. കുട്ടികൾ ഞാൻ പറഞ്ഞ സെൻസ് മനസ്സിലാക്കുക. ഒരു കുരങ്ങും മറ്റേ കുരങ്ങും കാണുമ്പോൾ കെട്ടിപ്പിടിക്കുമോ? മനുഷ്യന്മാരങ്ങനെയല്ലോ. മനുഷ്യന്മാർ നമുക്കിപ്പോൾ മുനീറിനെ പറഞ്ഞാൽ ഇവിടുന്ന് കാണാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ ബോംബെ കൂടെ അങ്ങനെ പോകുമ്പോൾ മുനീറിനൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു വൃത്തുണ്ട് അവിടെ. അതൊരു അന്തം വിട്ട വൃത്താണ്. മിക്കവാറും 10 ദിവസം കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വൃത്തിയേക്കാണ്. ആ വൃത്തെന്താ? അത് വേറെ മൃഗങ്ങൾക്ക് കഴിയില്ല. പിന്നെ 2-ാമത്തെ കാര്യം, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ചിരിക്കുക. പെരയിൽ അത് ആണുങ്ങളോടാണ് പറയേണ്ടത്. നിങ്ങൾ പെരി ചിരിച്ചോ? അൽബി ആരൊക്കെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിരിക്കും നമ്മൾ വീട്ടിൽ. ജബ്ബാറെ ചിരിച്ചല്ലോ. മനുഷ്യന് 2-ാമത് അള്ളാഹ് കൊടുത്ത കഴിവാണ് ചിരി. കെട്ടിപ്പിടിക്കാനുള്ള കഴിവ്, ചിരിക്കാനുള്ള കഴിവ്. ഇത് രണ്ടും കുടുംബത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നിർബന്ധമായ കാര്യമാണ്. അള്ളാഹ് നിർവഹിച്ചിട്ട് ഒരു 10-20 കൊല്ലമായിട്ട് പതുക്കെ പോയി കെട്ടിപ്പിടിക്കൽ നിന്നോ ഒപ്പം തന്നെ ഇപ്പം ഈ ചിരിക്കലും നിന്ന്. ഇപ്പോൾ കുട്ടികളും തമ്മിൽ യാതൊരു ബന്ധം. മുമ്പ് വീടും കൂടി ഇല്ലാത്ത സമയത്ത് തമ്മിൽ ടച്ച് ചെയ്തൊക്കെ പോയിരുന്നു. ചെറിയ റൂമിൽ എല്ലാവരും കിടക്കുക, അല്ലെ രാത്രി പായിരിച്ച് കിടക്കല എല്ലാവരും. ഇപ്പോൾ ഞങ്ങളൊക്കെ എനിക്കറിയാം, ഞങ്ങൾ താഴെ കോഴിക്കോട്ടൂർക്ക് മാറുന്ന സമയത്ത് അവിടെ പള്ളിയാളി ഇനി ഇവർക്കൊക്കെ അറിയാത്, മൊയ്തീനൊക്കെ അറിയാം. അപ്പോൾ ആ പള്ളിയാളി പെരെടുത്തിട്ടുള്ളൂ, തേച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പൂലുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ദിവസം അടുപ്പിട്ടു. അവിടെ ആ അടുപ്പിട്ടാണ് അന്തിക്ക് അടുപ്പാണ്ട് പാരിയിടും. അപ്പോൾ അവിടെ ഉണങ്ങിയിട്ടുണ്ടാവും. അവിടെ പായിട്ട് കിടക്കല. നേരം വെളുക്കുമ്പോഴത്തിന് പൂല് വരും. അപ്പം അത്തരം രീതിയിലൊക്കെയാണ് അന്ന് ജീവിച്ചത്. ഞാൻ ചോദിച്ചു വന്നത്, ആ കാലഘട്ടത്തിൽ കുറഞ്ഞ സ്ഥലത്ത് എല്ലാവരും കൂടി കിടക്കുമ്പം തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. ഇന്നെന്ത് ചെയ്തു? ഇന്ന് ഓരോരുത്തർക്കും ഓരോ മുറിയാ. ഓൻ വന്ന് ഉമ്മങ്ങ കാത്തുക്കും ചോറൊക്കെ വെച്ച് ഞാൻ വെച്ച് നെട്ടും. ഓനാണ് പോയി, മറ്റോനാണ് പോയി, മറിച്ചോനാണ് പോയി. ഉമ്മ എന്തമുട്ട് ഒറ്റക്ക്. ഈ ഒരു ലെവലിൽ പോയിട്ടുണ്ട് കാര്യങ്ങൾ. അവിടെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യം. ഇന്ന് 1-ാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടത്? പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളും ഹസ്ബൻഡും വൈഫും ബാപ്പയും ഉമ്മയും അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിലൊന്ന് മുഖത്തോട് നോക്കുക, ചിരിക്കുക. ഇന്ന് ചെയ്യോ?
അയ്യ. രണ്ടാമത്തെ കാര്യം എന്താ? അവനാൻ്റെ കുട്ടികളെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കുക. എൻ്റെ ഇപ്പോൾ കുടുംബസംഗമത്തിന് പോയിട്ട് എന്ന് ചോദിച്ചാൽ പറയേണ്ടത് എന്താ? ഞാൻ എൻ്റെ പുതിയാപ്പളുടെ മൂന്നോ കാണൽ തുടങ്ങി. പണ്ടൊക്കെ പെണ്ണുങ്ങൾ കാണലില്ല, കാരണം ബഹുമാനം കൊണ്ടാണ്. ചെറിയ കുട്ടികളാകുമ്പോൾ കെട്ടിച്ചു. പണ്ട് ഞങ്ങളുടെ ഒരു പെണ്ണ് പറഞ്ഞു, ഞാൻ എൻ്റെ പുതിയാപ്പളുടെ മൂന്ന് ചൊക്കിന് കണ്ട് പെറ്റെടുക്കുമ്പോഴാണ് കാരണം. എങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല. ഒരു പെണ്ണ് പറഞ്ഞതാ. ക്വിസ് പ്രോഗ്രാമിനുള്ള ആളുകൾ വീടിൻ്റെ അകത്തേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. ഇപ്പം നേരത്തെ പേര് പറിച്ചില്ലേ, നമ്മളെ അനൗൺസർ ഇവിടെ ഗംഭീരമായിട്ട് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളില്ലേ, നമ്മളെ സ്വന്തം ആളാ. നേരത്തെ പറഞ്ഞ പേരില്ലേ, ആ പേരുകാർ വീടിൻ്റെ അകത്തേക്ക് ചെല്ലണമെന്ന് അറിയിക്കുന്നു. ഓക്കെ. അപ്പം എന്തിപ്പോൾ നമ്മൾ പറഞ്ഞത്? ഒന്നാമത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നു. 2 കുട്ടികളെ കെട്ടിപ്പിടിക്കുന്നു. എത്ര വയസ്സ് വരെ കുട്ടികളെ കെട്ടിപ്പിടിക്കാം? ഒച്ച ഭയങ്കര പിടിച്ചു നോക്കിയില്ല ഒക്കെ അറിയാം. മരിച്ചന വരെയെന്നൊക്കെ പിടിച്ചു നോക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആൺകുട്ടി പെൺകുട്ടിയാണെങ്കിൽ വ്യത്യാസം ഉണ്ടോ? ഇല്ല. ആൺകുട്ടികൾ എത്ര വരെ കെട്ടിപ്പിടിച്ചാ? മരിച്ചോളം. പെൺകുട്ടിയാണെങ്കിലും മരിച്ചോളം. പക്ഷേ അങ്ങനെ കെട്ടിപ്പിടിക്കാതിരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കലാമിറ്റി ആയിട്ട് ഞങ്ങളൊക്കെ പറയൽ എന്താ വെച്ചാൽ ഈ മദ്യം മയക്കുമരുന്നൊക്കെ പറഞ്ഞ സാധന. അതിനെപ്പറ്റി ക്ലാസ് എടുക്കാനൊക്കെ വിളിക്കും. എനിക്ക് ഭയങ്കര സങ്കടം. കുട്ടികളോടൊക്കെ അതിനെപ്പറ്റി പറയേണ്ടി വരുന്നത്. ശരിക്ക് ബാപ്പ ആൺകുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന സംവിധാനം വീട്ടിലുണ്ടായാൽ അള്ളാഹ് കാക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാം, ആ കുട്ടി മദ്യപാനത്തിനോ പുകവലിക്കോ പോകുമോ? ഇല്ല. വാപ്പ കുട്ടികൾ വരുമ്പം തന്നെ അസ്സലാമു അലൈക്കും ഒരു ഉമ്മ എടുത്താണ് വിടുക. അങ്ങനെ അല്ലെങ്കിൽ വാപ്പ പെരയ്ക്ക് വരുമ്പം കുട്ടികളോട് ഇരിക്കുന്നുണ്ട്, കുട്ടികൾ നേരെ പോയിട്ട് കുട്ടികളുടെ അടുത്ത് പോയിട്ട് ഉമ്മ കൊടുക്കുക. അങ്ങനെ ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാപ്പ ഉണ്ടെങ്കിൽ ആ കുട്ടി പുകവലി പഠിക്കുമോ? ആണുങ്ങൾക്കറിയാം നമ്മളെങ്ങനെ പുകവലി പഠിക്കൽ. ആരോ ഒന്ന് തരുന്നതാ. പണ്ടൊക്കെ പുകവലി പറഞ്ഞാൽ ഭയങ്കര. കല്യാണത്തിനൊക്കെ ഞാൻ ആദ്യം സിഗരറ്റ് കഴിച്ച തക്കാരത്തിന് പോകുമ്പം കിട്ടിയപ്പോഴാണ്. നമ്മളെ കുഴപ്പത്തൂത്തെ നമ്മളെ ഊട്ടംകുട്ടിൻ്റെ ഇവിടെ പുതിയാപ്പള്ളിലപ്പോൾ പോയി. അവിടെ ഭയങ്കര സാധനത് അന്നത്തൊക്കെ കാലം അതാ. അപ്പം അത് പുകവലി പഠിക്കൂല. ദൈവം സാറേ സഹായിക്കിട്ടോ. അപ്പം ഈ കെട്ടിപ്പിടുത്തം എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷൻ, ആ കാണിക്കലുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള കലാമിറ്റികൾ വരില്ല എന്നുള്ളതാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയണത്. കാരണം ഈ കെട്ടിപ്പിടുത്തുള്ളത് കൊണ്ട് വാപ്പ അപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും സിഗരറ്റൊക്കെ തരുമ്പം ഇവിടെ വാപ്പം വരും, മണക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറുന്ന. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാപ്പാനെ മണക്കരുത്. ഉമ്മ കൊടുക്കണം. ബാപ്പാനെ മണക്കെങ്കിൽ ഉമ്മ കൊടുക്കാൻ പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം പുകവലിയാകട്ടെ മദ്യപാനമാകട്ടെ ഇത്തരത്തിലുള്ള ഏത് ദുശീലങ്ങളും ഉണ്ടാകാനുള്ള മുഖ്യമായ മൂലകാരണം എവിടെയെന്ന് ചോദിച്ചാൽ അത് വീട്ടിൽ നിന്നുള്ള റിലേഷൻസിൻ്റെ അകൽച്ചയാണ്. കുടുംബവുമായിട്ട് കുട്ടികളോ റിലേറ്റീവ്സോ അകന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? അവിടെ ചെയ്ത്താൻ വരും. അതുകൊണ്ട് മക്കളൊക്കെ ശരിക്ക് ക്ലോസ്. ഒരു കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരായിരിക്കണം? അത് ഉമ്മയായിരിക്കണം. എങ്ങനെ ഉമ്മ ആകുക? അതിന് ഉമ്മാനൊപ്പം ഇങ്ങനെ പെരുമാറണം. അതിനെ പെരുമാറ്റമുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷനാണിത്. ചെറിയ കുട്ടികളാകുമ്പം ഓലെന്ത് ചെയ്യും? നിങ്ങൾ ഉമ്മ കൊടുത്തിട്ടില്ലെങ്കിലും ഓല് വന്നാണ്ട് കെട്ടിപ്പിടിച്ചൊക്കെ ചെയ്യും. ഓല് നമ്മളെ മേത്തേക്ക് വരും. പെണ്ണുങ്ങളൊക്കെ പറയല്ലേ, കുട്ടികളിങ്ങനെ വന്ന് ഒപ്പം ഇങ്ങനെ നിൽക്കുമ്പം നമ്മളിങ്ങനെ വേറെടുത്തു ഇങ്ങനെ തള്ളമ്പലൊട്ടി പോയാൽ അവിടുന്ന് അറിയും. അയച്ചാൽ കുട്ടികൾ അങ്ങനെ വരിക. പക്ഷേ 12 വയസ്സ് 13 വയസ്സാകുമ്പോഴോ ഓർക്കും മനസ്സിലാവും, ഓലും അകന്ന് നിൽക്കാൻ തുടങ്ങും. ആ അകൽച്ച എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അകലാം, പക്ഷേ മെൻ്റലി അകലാൻ പാടില്ല. ആ ബന്ധം അവിടെ വേണം. കാരണം അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ കുടുംബ ബന്ധങ്ങൾ സ്ഥാപിക്കുക. അങ്ങനെ സ്ഥാപിച്ചാൽ ആ കുടുംബത്തിലെ കുട്ടികൾ എവിടെ പോയി, ഏത് രാജ്യത്ത് പോയാലും എവിടെ പോയി പഠിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർ വീടുമായിട്ട് ബന്ധങ്ങളുണ്ടാകും. അപ്പം വീട്ടിൽ ബന്ധമുണ്ടാകണമെങ്കിൽ ഈ ബന്ധം നമ്മൾ കാണിച്ചു കൊടുക്കണം. ആ കാണിച്ചു കൊടുക്കേണ്ട ഒന്നാമത്തെ ലക്ഷണമാണ് ആദ്യത്തെ ചോദ്യത്തിലുള്ളത്. വീട്ടിൽ വാപ്പയും ഉമ്മയും തമ്മിൽ നല്ല ലോകത്തിലാണ്, നല്ല സംസാരത്തിലാണ്. വാപ്പയും ഉമ്മയും തമ്മിൽ സൊറ പറയും, ഇടയ്ക്ക് ചിരിച്ചും കളിച്ചും ഒക്കെ ഉണ്ട്. എന്നാൽ ദേഷ്യം പിടിച്ചും ചോദിച്ചും ഒക്കെ ഉണ്ടാവും. ഉണ്ടാണ്ടെന്നല്ല, വാപ്പയും ഉമ്മയും തമ്മിൽ കച്ചറ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇവിടെ പുതിയാപ്പിളാരെ അടിയിട്ടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പുതിയാപ്പിളാരെ അടി കിട്ടാത്ത ആൾക്കാർ കയ്യൊന്നിച്ചാണ്. ഓരോ പുതിയാപ്പിളാരെ ആസ്പത്രി കൊണ്ടുപോകണമെന്നാൽ കിട്ടിയില്ലേ? എന്നാൽ പുതിയാപ്പിളക്ക് എന്തോ കുഴപ്പമുണ്ട്. പുതിയാപ്പിളക്ക് തകരാറുണ്ടെങ്കിൽ മാത്രമേ അടിയിട്ടാക്കുള്ളൂ. ശരിക്കും പെണ്ണുങ്ങൾക്ക് കച്ചറ കത്തിക്കുത്തും കൊലപാതകം എന്നല്ല പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കച്ചറ ഉണ്ടാവണം. അത് ഉണ്ടായാൽ എന്ത് ചെയ്യണം? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുട്ടികളെ മുമ്പിൽ വെച്ച് നിങ്ങൾ പരസ്പരം കലഹിക്കരുത്. അപ്പം എന്താ കലഹിക്കാൻ തോന്നുമ്പം കുട്ടികൾ സ്കൂൾക്ക് പോട്ടെ എന്നിട്ട് തുടങ്ങാൻ അറിയേ? അത് പറ്റൂലല്ലോ, അതുണ്ടായാലല്ലേ. അപ്പം നബി അർത്ഥം പറഞ്ഞു, അഥവാ ഉണ്ടായാൽ അവരെ മുമ്പിൽ വെച്ച് തന്നെ നന്നാകണം. ഇതെന്തിനു പറഞ്ഞാൽ കുട്ടികൾ നന്നായി വളരാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കിടയിൽ ബാപ്പയും ഉമ്മയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല.
അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവരെ പിരിയണതിന് മുമ്പ് തന്നെ അത് നന്നാക്കി ചിരിച്ചു കൊണ്ടല്ലാതെ പിരിയാൻ പാടില്ല. ഏറ്റവും നല്ല പാടാണത്. അത്തരത്തിലുള്ള പാഠങ്ങളൊന്നുമില്ല. വാപ്പൊരു വേക്ക് ഉമ്മ ഒരു വേക്ക്, അങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ കാണില്ല. കുട്ടികൾക്ക് എന്ത് വേണം? കുട്ടികൾക്ക് ഉമ്മാരടുത്ത് വേണം എപ്പോഴും. അതിൻ്റെ ലെസനാണ് ഇത്. കുട്ടികൾ സ്കൂളിൽ തരുമ്പം സ്കൂളിൽ തരില്ല കുട്ടികൾ, ചെറിയ കുട്ടികൾ. ഒരു പുരുഷൻ, ഒരു വാപ്പ എന്നുള്ള നിലയിൽ എൻ്റെ നെഞ്ഞ് പൊട്ടണ നേരാണ്. എന്താ കാരണം? കുട്ടികൾ സ്കൂളിൽ കയറുമ്പോൾ ആരെ വിളിച്ചാ? ഒരു അവൻ്റെ സിലേറ്റും ബുക്കും കൊടയൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്താ. പക്ഷെ എന്നാലും ബാപ്പേന്ന് ഒരാൾ സ്കൂളിൽ തരില്ല. ഒത്തപ്പോ കാട്ടിന്. അപ്പം ഉമ്മയാണ്. എന്താ എന്നാലോ ഉമ്മ ഉണ്ടോ? ഉമ്മ വീട്ടിലുണ്ടോ? സ്കൂളിൽ തരുമ്പോൾ ഉമ്മ കുട്ടി പ്രതീക്ഷിക്കണ ആരെയാ? ഉമ്മാനെയാണ്, വാപ്പാനല്ല. ഞാൻ ആണായതുകൊണ്ട് പറയല്ല. ഉമ്മ പറഞ്ഞ സംഗതിയാണ് ഏറ്റവും തൂണായിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 3 ദറജ തന്നത് അധികം. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരാൾ ചോദിച്ചു, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? ഉമ്മാനെ. രണ്ടാമതോ ഉമ്മ. 3 ഉമ്മ. 4 4 വാപ്പ. എന്താ കാരണം? ഇതൊക്കെ അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് ഈ 4 ദറജ കിട്ടാനുള്ള എല്ലാ കഴിവുകളും പെണ്ണുങ്ങൾക്ക് അള്ളാഹ് കൊടുത്തും ചെയ്യുന്നതാണ്. ഭയങ്കര സഹനം, അല്ലേ? ഭയങ്കര ക്ഷമ, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ളത് എല്ലാം നോക്കിയാൽ ഒരു കാര്യത്തിൽ വെച്ച് ബാക്കിയിലൊക്കെ പെണ്ണുങ്ങളാ മുമ്പിൽ. ഏതാ ആണുങ്ങൾ മുന്നിലുള്ള കാര്യം അറിയോ? എന്ത് പരിശോധിച്ച് നോക്കിയാലും പെണ്ണുങ്ങൾ ഒരു പടി മുമ്പിലാ. ഒരു കാര്യത്തിൽ മാത്രം ആണുങ്ങൾ കുറച്ച് മുമ്പിലാ. ഏതറിയോ? അറിയില്ലല്ലോ. എന്താ? കേട്ടില്ല. മുതലോ? മുതലോ വെക്കുമ്പോ ചിന്തിച്ച് അവിടെ എത്തിയോ? അപ്പൊ തന്നെ ഞാൻ അവിടേക്കൊന്നും എത്തിയില്ലല്ലോ. അപ്പൊ കളിയേറിയ അല്ല, അതിനെപ്പറ്റി നമുക്ക് പറയാം. അതല്ല ഞാൻ പറഞ്ഞത്. അതായത് ക്ഷമ, കഴിവ്, മറ്റത് ഇങ്ങനത്തെ ആണുങ്ങളെ മനുഷ്യരുടെ ഫീച്ചേഴ്സ് പറയുമ്പോഴേ അതാണ്. മുതൽ പൊക്കൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ പറഞ്ഞ സമയത്ത് ആണും പെണ്ണും തമ്മിൽ ഏറ്റവും കൂടുതൽ എല്ലാത്തിലും മികച്ച് നിൽക്കുന്ന പെണ്ണുങ്ങളാണ്. ഒരു കാര്യത്തിൽ മാത്രം ആണുങ്ങൾ കുറച്ച് മുമ്പിലാണ്. അതേതാ അറിയോ? ഞാൻ പറയാം. നേരല്ലാത്തോണ്ട് ഞാൻ പറയാം. ഭംഗി, ചൊറുക്ക ആണുങ്ങളാവും, അല്ലേ? അല്ല, അതല്ലെങ്കിൽ പുതിയ പിള്ളേർ ഇഷ്ടമല്ല എന്നർത്ഥം. ആണോ പെണ്ണോ ചൊറുക്ക്? നിങ്ങൾക്ക് പെണ്ണുങ്ങളെ തോന്നും. അതിന് നിവൃത്തിയില്ല. എന്താ കാരണം? നിങ്ങൾക്ക് നേരം വെളുക്കുമ്പോൾ 10-250 ഉറുപ്പ്യ വേണം. നമുക്കൊന്നും വേണ്ട. നമുക്കൊരു ബ്ലേഡ് ഉണ്ടായാൽ മുന്നീറിനാവും വേണ്ട, അല്ലേ? ഒരു ബ്ലേഡ് ഉണ്ടായാൽ ഒരു മാസമൊക്കെ പോകും. ആകെ 1 ഉറുപ്പ്യനെ മുടക്കുള്ളൂ. പെണ്ണുങ്ങൾ ഇപ്പം അത് പോയി എവിടെ എത്തിപ്പം ഞാൻ അത് വൈക്കൽ വരാൻ വേണ്ടി പറഞ്ഞതാ. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ കാണാം, ചുണ്ടൊക്കെ ചോപ്പിച്ച് ഇങ്ങനെ പോണിട്ട് ഏറ്റവും ഒത്തും അറിയില്ല. എന്നിട്ട് അങ്ങ് തിന്നണാണോ? എന്നിട്ട് പിന്നെയും ആരാത് ഉമ്മയും ബാപ്പി ഇട്ട് കൊടുക്കണാണ്. എത്രയാണോ എനിക്കറിയില്ല. ഇപ്പം പുതിയതായിട്ട് ഇപ്പോൾ വരുന്ന സാധനപ്പത്. ചുരുക്കി പറഞ്ഞാൽ വീട്ടിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ കൺട്രോളിലാണ്. ഉമ്മ പറഞ്ഞുകൊടുത്ത് നിൽക്കും കാര്യങ്ങൾ. പാപ്പടക്കം നിൽക്കും. ആണുങ്ങളൊക്കെ അങ്ങനെ ഊക്കും മുമ്പെടുത്ത് പറയുന്നുള്ളൂ. മുന്നിൽ ഇങ്ങനെ നിൽക്കണുണ്ടായിരിച്ചു ഭയങ്കര. പെണ്ണുങ്ങളെടുത്ത് എത്തി നോക്കണം, ഓളെ കാണേണ്ടി വരുന്നു, അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആകണം എന്നാ. അത് കുടുംബത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എവിടെയാണ്? അത് ഇത്തരത്തിലുള്ള കലാമിറ്റിക്ക് പോലാന്ന് മാത്രമല്ല, കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകും. അത് 10-20-100 കൊല്ലം കഴിയുമ്പോഴും ഇതേപോലെ ഇന്നിപ്പോൾ മൂസാജിൻ്റെ പേര് വെച്ചിട്ട് നമ്മൾ കുടുംബസംഗമം നടത്തുന്നുണ്ടെങ്കിൽ ഒരു 50 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ പേര് വെച്ചിട്ട് ഓരോ കുടുംബസംഗമം നടത്താൻ മാത്രം ഉണ്ടാവും. അത് നടത്തണമെങ്കിൽ അന്നത്തെ കാലത്തെ കുട്ടികൾ വേണം. ആ കുട്ടികൾക്ക് ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? വാപ്പാനോടും ഉമ്മാനോടും ഇഷ്ടം വേണം. ഇന്നത്തെ കാലത്ത് അത് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതാണ് നമ്മൾ രണ്ടാമത്തെ വിഷയം, ഭാഗത. രണ്ടാമത്തെ ഭാഗം എന്താ? കാരണം നമ്മളെ വ്യാപാരമൊക്കെ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി ഒരു പെരിങ്കുടിയോ അല്ലെങ്കിൽ വീടെടുക്കാനുള്ള സ്ഥലമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബാക്കി വെച്ചില്ലേ? ഉണ്ടോ? അല്ലേ? ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവർക്ക് ആർക്കെങ്കിലും കടബാധ്യതകൾ ഉണ്ടായിരുന്നുവോ? അവരുണ്ടാക്കിയ കടം വീട്ടേണ്ട ഏതെങ്കിലും മക്കൾ ഇവിടെ ഉണ്ടോ? ഇല്ല. എങ്കിൽ നെഞ്ഞത്ത് കൈവച്ച് ആലോചിക്കുക, ഈ കൂട്ടത്തിൽ കടബാധ്യതകളില്ലാത്ത ആരെങ്കിലും ഇപ്പോൾ ഇരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണം, ഒരു ഫോട്ടോ കിട്ടണം. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കലാമിറ്റി. കാരണം ആ 10-12 കുട്ടികളെയുമായി ഇല്ലാത്ത വീട് ഉണ്ടാക്കി ഉള്ളതൊക്കെ തിന്നും കുടിച്ചും അങ്ങനെ ഉണ്ടായി ആ 10-12 മക്കളൊക്കെ തീറ്റിപ്പോറ്റി ഇക്കോളത്തിലാക്കിയിട്ടും ബാപ്പാക്കും ഉമ്മാക്കും ഒരു കടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് 2-3 കുട്ടികളുള്ളൂ. എന്നിട്ട് പോലും എല്ലാവരും കടത്തിലാണ്. ഇതാണ് കുടുംബസംഗമം ചർച്ച ചെയ്യേണ്ട രണ്ടാമത്തെ വിഷയം. ഒന്ന് നമ്മളെ പാരമ്പര്യം, 2 നമ്മുടെ സാമ്പത്തികം, 3-മത്തത് ആരോഗ്യ. അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പം ഈ ഘട്ടത്തിൽ എങ്ങനെ എത്തി? എത്ര ഗൗരവതരമാണ് ഈ കാര്യം. ആണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ? കാരണം കടബാധ്യതകൾ എന്ന് പറഞ്ഞാൽ എന്താ? അത്
മതപരമായി പറഞ്ഞാൽ എന്താ പറയുക, തൗബ സ്വീകരിക്കാത്ത സാധനം എന്നാണ് ഞാൻ പഠിച്ചത്, ഞാൻ കേട്ടത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം ആർക്കെങ്കിലും തെറ്റൊക്കെ ചെയ്തതിന് ഖേദിച്ച് മടങ്ങണമെങ്കിൽ അതിൻ്റെ പറലും ഷർത്തൊക്കെ പറയും, 3 എണ്ണം പറയും, പിന്നെ 4മതൊരു കണ്ടീഷൻ പറയും, കടബാധ്യത ഉണ്ടെങ്കിൽ ഇത് തീർക്കണം. ഒന്നും വേണ്ട, മരിക്കണ സമയത്ത് പള്ളിക്കെന്ന് എന്താ പറയല്, ഇല്ലേ, ഇന്ന ആളായി കിടക്കണത്. ഇപ്പോൾ ജുനൈദ് പോയോ, അമീദിനെ മയ്യത്തായി കിടക്കി, അമീദ് പേടിച്ച് വേണ്ട അല്ലേ, ലുക്കുമാൻ്റെ മയ്യത്താണ് ഈ കിടക്കുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് പല തമാശ അതൊക്കെ പറഞ്ഞു നടന്നതാണ്. അവരുടെ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു. നിങ്ങൾ പള്ളിക്കൊക്കെ കിട്ടണം വർത്താനം, മയ്യത്ത് കൊണ്ടുവച്ചാൽ ആദ്യത്തെ വർത്താനം അതാണ്, നിസ്കരിക്കുന്നതിന് മുമ്പ് ആ മയ്യത്തോടെ വെച്ചിട്ട് എല്ലാവരും വന്നു വെച്ചിട്ട് വർത്താനം പറയും. ആ വർത്താനത്തിൽ ഇതാ ഇന്ന ആളാണ്, നിർബന്ധമായിട്ട് പറയേണ്ടതാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അള്ളാഹിനെ ഓർത്തത് പൊറുക്കണം. പുറത്ത് പിന്നീട് വർത്താനല്ല. പിന്നെന്താ പറയുക, സാമ്പത്തികമായ ബാധ്യതകളുണ്ടെങ്കിൽ അത് ഇന്ന ആൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നിസ്കരിക്കാൻ നിൽക്കുമ്പം ഇതേപോലെ കടണ്ടോ ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ ഒരു സഹാബികളൊന്നും ഉണ്ടില്ല. അപ്പം നബി മാറി നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളി, ഞാനില്ല. അപ്പം ഒരു സഹാബി നിശ്ചിന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ കൊടുത്തോളാം, ഏറ്റ് ഉറപ്പല്ലേ, ശരി, അങ്ങനെ നിസ്കരിച്ചു. അപ്പം കടബാധ്യത എന്ന് പറഞ്ഞാൽ മയ്യത്ത് നിസ്കരിക്കാൻ പോലും മടിച്ചു നിൽക്കുന്ന ഒരു സംഭവമായിട്ട് ഗൗരവതരമായിട്ട് നമ്മളെ മതം പഠിപ്പിച്ചിട്ട് ഇന്ന് ഈ സമുദായത്തിൽപ്പെട്ട എല്ലാ തരക്കാരും, വലിയോലും, പൈസക്കാരും അധികം കടം, സാധാരണക്കാരെ ഇടത്തരം കടം, ഇല്ലാത്തവന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് കടം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഈ കുടുംബസംഗമത്തിൽ എടുക്കുന്ന 3ാമത്തെ തീരുമാനം ഏതാണ്, അനാവശ്യമായ സാമ്പത്തിക ഇടപാടിലേക്ക് പോകാതിരിക്കുക. കാരണം ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ നമ്മളെ കടത്തിലാക്കാൻ വേണ്ടി നടക്കുകയാണ്. ഒരു വണ്ടി ഉണ്ടാവും, അപ്പം തന്നെ റോട്ടുമേൽ ഇങ്ങനെ നിൽക്കും, എക്സ്ചേഞ്ച് മേള. ഈ പഴയ വണ്ടി കൊണ്ടുകൊടുക്കുക, പുതിയ വണ്ടി എടുക്കുക. അവർ ഇന്നലെ പോയടത്തേക്ക് തന്നെ പോണത്, ഇന്നലെ കയറുവാൻ കാറുള്ളത്, അതോടുകൂടി കാറ് മാറി. പക്ഷേ ബാങ്കിലെ അക്കൗണ്ടിൻ്റെ കളറ് മാറി. അത് കറുത്ത മശീലിൽ 10-25,000 ഉറുപ്പ്യ ഉണ്ടായി, കാർ എടുത്തോടുകൂടി ചുവന്ന മശീൽ 6 ലക്ഷം കടായി. എന്തിനാ അത് മാറ്റിയത് അറിയില്ല. പൈസ ഉണ്ടെങ്കിൽ വാങ്ങാം. ഇന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പറയുന്നത് 70% വീടുകളും, ഏത് 1500-2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ, അതിൽ 70%, 30 ഉണ്ട് പൈസ എടുത്തുണ്ട്, ബാക്കി 70 ആളുകളും കടബാധ്യതയാണ്. സാമ്പത്തിക മേഖല ശ്രദ്ധിക്കുക. ആ കടബാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ അത് ഒഴിവാക്കുക. രണ്ടാമത്, ഈ ഉള്ള ആൾക്കാർ പിന്നെയും ഉണ്ടായിക്കോട്ടെ, അതിൽ കടം വാങ്ങണ തെറ്റാവുന്ന നമ്മൾ പറയില്ല, അത് ഹലാൽ തന്നെയാണ്. പക്ഷേ വീട്ടണം എന്ന് കരുതി വാങ്ങുന്ന കടമാണെങ്കിൽ അത് പൂർത്തിയാക്കി കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ തനിമ്പാലില്ലാതെ വാങ്ങുകയാണ്. അതിൽ നിന്ന് മാറ്റിയിട്ട് അടുത്ത തലമുറ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, പണ്ട് രാങ്ങാട്ടൂർ പറഞ്ഞ തമാശ ഉണ്ട്. മൂപ്പര് ഒരു ദിവസം ഇങ്ങനെ പള്ളിക്കെന്ന് പറഞ്ഞാലോ, എന്താണ്, സാമ്പത്തികമായ ഇടപാടുകളുണ്ടെങ്കിൽ മൂത്ത മകൻ കുഞ്ഞാപ്പനോട് ചോദിച്ചു വാങ്ങണം പറഞ്ഞാലോ, അതിൽ ബാക്കെന്ന് പറഞ്ഞാൽ മൂപ്പരത്ത് തരാല്ല, കുഞ്ഞാപ്പ് 60,000 തരാൻ 6 മാസമായി, അത് കിട്ടിയാൽ മതി. കട ഏൽക്കണ കുഞ്ഞാപ്പ് ആകെ കടത്തില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് സാമ്പത്തിക മേഖലയെ ഗൗരവതരമായി പെരുമാറുക. എങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ശരിക്കും ജെനുവിനായിട്ടുള്ള കാരണം കൊണ്ട് കുടുംബത്തിൽ ആരെങ്കിലും സാമ്പത്തികമായി പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ കുടുംബ സംഗമങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ്. ആ കുടുംബത്തിൽ ഏതെങ്കിലും തായ്പാൻ അങ്ങനെയുണ്ടല്ലോ, എന്താ പറയല്, ലൈഫായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ അറിഞ്ഞുകൊണ്ടല്ലാതെ സഹായിക്കാനുള്ള ചുറ്റുവട്ടങ്ങൾ കുടുംബം ഉണ്ടാക്കണം. അതാ കുടുംബസംഗമം കൊണ്ട് ഉണ്ടാക്കേണ്ടത്. ഇന്നിപ്പോൾ കപാടെ ജോലിയാക്കി പാട്ടും പാടി ഡാൻസ് എടുത്ത് പോകല്ല. ഇതിനകത്ത് റിസൾട്ട് വേണം. ആ റിസൾട്ടിൽ അടുത്തത് അതാണ്, അങ്ങനത്തെ ഒരു സാമ്പത്തിക പരിപാടി. മൂന്നാമത്തെ കാര്യം ആരോഗ്യപരമായ കാര്യമാണ്. ഇന്നത്തെ ഏറ്റവും കൂടുതൽ പൈസ നമ്മളത് പോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക മേഖല തകർന്നുകൊണ്ടിരിക്കാനുള്ള ജെനുവിനായിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന്. ആദ്യത്തത് ജെനുവിനല്ല, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതല്ല, എന്തെങ്കിലും പെട്ടെന്ന് അസുഖം വരിക, ആശുപത്രിയിൽ പോവുക, ഇല്ല നമ്മൾ കട്ടായിട്ട് പൈസ കൊടുക്കൽ എവിടെയാ? ഒന്ന് പഠിക്കാൻ വേണ്ടിയില്ല, വിദ്യാഭ്യാസത്തിന് ഇവിടെ ചേരുമ്പം അവിടെ 2 ലക്ഷം കൊടുക്കണം, 5 ലക്ഷം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ കൊടുക്കും. പിന്നെ നമ്മൾ പൈസ കൊടുക്കൽ എവിടെയാ? പിന്നെ ആശുപത്രിയിലാണ് കൊടുക്കണത്. അത് കൊടുക്കാതിരിക്കാനുള്ള ശ്രദ്ധ വേണം. കാരണം പഴയ രോഗങ്ങളൊന്നുമില്ല. നമ്മളെ വാപ്പാരൊക്കെ കാലത്ത് ക്യാൻസർ, ചിക്കൻ പോക്സ്, ക്യാൻസറോ അങ്ങനെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊന്നും അന്നില്ല. അന്നത്തെ ആൾക്കാർ, നിങ്ങൾ പഴയ ആൾക്കാരെയൊക്കെ നോക്കി, ഓലൊക്കെ നല്ല തടിയൊക്കെ അല്ല പാകയിക്കാരം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ വണ്ണമൊക്കെ, അങ്ങനത്തെ ആൾക്കാർക്ക് അതില്ല. അന്നത്തെ രോഗങ്ങൾ എന്തൊക്കെ, ചിക്കൻ പോക്സ്, മസൂരി, കൊളറ, അതൊന്നും ഇപ്പം ഇല്ലെന്നെ. അതുകൊണ്ട് ആരോഗ്യരംഗത്ത് ഇന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ ജീവിതശൈലി രോഗങ്ങളാണ്, നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെ നമ്മളായിട്ട് രോഗം ഉണ്ടാക്കിയെടുക്കുക, നമ്മളെ ജീവിതശൈലി കൊണ്ട് എന്തൊക്കെ മാറിയത്. അതാ ഞാൻ പറഞ്ഞത്, വാപ്പാരെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വാപ്പാക്കില്ലാത്ത രോഗങ്ങൾ, വാപ്പാക്ക് കടലിലായിരുന്നു, നമുക്ക് കടമുണ്ടെങ്കിൽ നമ്മളും കടമില്ലാതാകാനുള്ള സാമ്പത്തിക ചുറ്റുപാടുകൾ, സ്റ്റെപ്പുകൾ എടുക്കണം. ഒന്ന്.
2, ബാപ്പാക്ക് രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. മരിക്കാൻ നേരത്തെ എന്തോ രോഗം ഉണ്ടായി, അപ്പം തന്നെ മരിച്ചുപോയി, അത് വേറെ കാര്യം. മറ്റത് 15-ാം വയസ്സിൽ 20-ാം വയസ്സിൽ ഇൻസുലിനും ഗുളികയും മരുന്നുമായിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ഈ കൂടെ പ്രഷറും ഷുഗറൊക്കെ. അത്തരം രോഗങ്ങൾ നമ്മളെ പൈസ അങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. അതില്ലാതാക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, അത് നിങ്ങളെ കയ്യിലാ കാര്യം, പെരയിലെ സമയത്തിൻ്റെ കൺട്രോൾ ഒന്ന് കൊണ്ടുവരിക. നാട്ടിലെ പെരക്കാർ ഉറങ്ങാൻ സമ്മതിക്കുക എന്നുള്ളതല്ല, ഉറങ്ങാൻ തീരുമാനിക്കുക. നിങ്ങൾ ഈ ഒരിക്കലും എല്ലാവരും കണ്ണുമ്പോറും കണ്ടാരെ ഉറക്കുന്നല്ല. എപ്പോഴൊക്കെ ബിസിനസ് പരമായിട്ട് പാതിരാക്കി നീച്ചു, മുന്നൂറൊക്കെ ഉണ്ട്, 3 മണിക്കൊക്കെ നീച്ചുകൊണ്ട് കേട്ടോ. അതല്ല, ഇവിടെ സലീമൊക്കെ ഉണ്ട് ഇവിടെ, 2 മണിക്കും 3 മണിക്കൊക്കെ അവരെ ജോലിക്ക് വേണ്ടി പോകുന്ന ആൾക്കാരുണ്ടാവും. അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാത്ത സമയത്ത് ജോലിക്ക് പോകണം, അല്ല വെറുതെ ഉറക്കുന്ന ആൾക്കാർ ഇന്നത്തെ കാലത്ത് അതുണ്ട്. മുമ്പ് അതില്ല. എന്താ കാരണം? മുമ്പ് വിളക്കില്ല, ലൈറ്റും കറണ്ടൊന്നുമില്ല. അതുകൊണ്ട് എന്താ മണ്ണെണ്ണ കിട്ടുക. മണ്ണെണ്ണ 1 ലിറ്റർ 2 ലിറ്റർ ആകെ കിട്ടുക. അതുകൊണ്ട് വിളക്കെത്തിച്ചാൻ കഴിയും. 2 വിളക്കോ 3 വിളക്കൊക്കെ ആകെ കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം ഉറങ്ങും. അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യം താമസിച്ച തായത്തങ്ങാടി ഭാഗത്താണ്. അവിടെയൊക്കെ ആൾക്കാർ ഉറങ്ങാൻ വേണ്ടിയിട്ട് ചൂട് കാലത്ത് പോയൻ്റെ മാട്ടുമ്പൊക്കെ പോകും. നിങ്ങൾ കേട്ടോ, അറിയില്ലേ? പോയൻ്റെ മാട്ടുമ്പോൾ പോയി കിടക്കും. അപ്പോൾ ഒരു സെൻറ്റർ അമ്മങ്ങാക്കണ്ടായി. മൂപ്പര് അവിടുന്നോ വരിക, വന്നപ്പോൾ പെരിയെത്തിയപ്പോൾ ഇല്ലാപ്പോൾ കടന്നിന്. അപ്പോൾ മൂപ്പര് നേരെ ആണ്ട് മാട്ടുമ്പക്കാണ് ചെന്ന്. അപ്പോൾ നല്ല നിലാവൊക്കെ ഉണ്ട്. അപ്പോൾ ചെന്നപ്പം എന്തൊക്കെ നിങ്ങൾ പോകുന്നു ചോദിച്ചു. ഒന്നുമില്ല, എല്ലാവരും വീട്ടിലൊക്കെ കടന്നാണ്. അപ്പോൾ ഞാൻ പോകുന്നാറ്. ഒരു ബൈക്കിൻ്റെ ചാവി കളഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന് കീപ്പോട്ട് നോക്കിയാൽ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഇവിടെ ഏൽപ്പിക്കണേ. ഒരു ബൈക്കിൻ്റെ ചാവിയാണ്. ചെയിൻ ഉണ്ടോ? അപ്പം കീച്ചെയിനില്ല, ചാവി ഒറ്റക്കാണ്. ഒരു ചാവി ഒറ്റക്കാണ് പോയത് കേട്ടോ, കീച്ചെയിനും കൂടി ഇല്ല പാവം. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ പറഞ്ഞെന്താ, പോയൻ്റെ മാട്ടുമേൽ കടന്നുറങ്ങാണ്. അപ്പോൾ ഇയാൾ വന്നപ്പോൾ എല്ലാവരും വിരിപ്പും തലക്കടയൊക്കെ കൊടുത്തല്ലോ, ഇങ്ങനെയൊക്കെ കൊടുത്ത് കടന്ന്. അപ്പോൾ കടക്കാൻ നേരത്തെ മൂപ്പര് ചുറ്റുവട്ടത്തൊക്കെ ഒന്നും ഇങ്ങനെ നോക്കി ആരൊക്കെ ഉള്ളത്. കാരണം ഇയാളെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. അപ്പം അങ്ങനെ ഓപ്പണായിട്ട് കിടക്കില്ലേ. അപ്പോൾ നോക്കുമ്പോണ്ട് മോഷണത്തിന് അസുഖങ്ങൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഇയാൾ പോക്കറ്റ് അടിച്ച് മഴ നടക്കും, കുറേ കൗന്ന് നടക്കും. അങ്ങനെ 9, 9:30, 10 ആയി. ഓനും തിരിഞ്ഞും പറഞ്ഞു കിടക്കാം. എന്തോ തിരിഞ്ഞും പറഞ്ഞു കിടക്കണേ. ഇയാൾ കിടന്നിട്ടാണ് തപ്പാൻ വിചാരിച്ചാണ്ട്. ഓൻ തപ്പാൻ വെക്കുകയോ വിചാരിച്ചിട്ട് ഇയാളും രണ്ടാൾക്കും ഉറക്കില്ല. അങ്ങനെ 11, 11:30 ആയപ്പം ഇവക്കൊരു ഐഡിയ. ഇയാൾ നീച്ചാണ്ട് അവനെ വിളിച്ച്, ഇതാ അവിടെ വാർ. ഇതൊരു വിളിച്ചാണ്ട് കീസീത്തെ പൈസ എടുത്തു, ഇതൊന്ന് എണ്ണി വെക്കാൻ. അപ്പോൾ അങ്ങ് എണ്ണിട്ടാണ് 32 റുപ്യ ഉണ്ടാക്കിയത്. 32 റുപ്യാണ് ഇന്നത്തെ 3,20,000 കേട്ടോ. 40-50 കൊല്ലം മുമ്പത്തെ കഥയാണ് പറഞ്ഞത്. അങ്ങനെ 32 റുപ്യ അല്ലേ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. അവിടെ കഴിച്ച് പിടിച്ചോ, രാവിലെ അങ്ങോട്ട് തന്നാണ്ടി, ഞാൻ എനിക്കും ഉറങ്ങാം, അച്ചു ഉറങ്ങാൻ, രണ്ടാൾക്കും ഉറങ്ങാലോ. ഞാൻ എവിടെയാണ് ഉറങ്ങണത്? മാട്ടുമലാപ്പത്. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു ഉറക്കുണ്ടോ? ഇല്ല. അപ്പം നന്നായി ഉറങ്ങാനുള്ള സെറ്റ്, 6-7 മണിക്കൂർ നേരം ഉറങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കുക. 3, രണ്ടാമത്തെ കാര്യം ആരോഗ്യത്തിൻ്റെ ലക്ഷണം. 2, എന്തെങ്കിലും തടി ഇളകണ പണിയെടുക്കുക. എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക, രാവിലെ അതാക്കുക. അങ്ങനത്തെ ഞാനും ചെയ്യില്ലല്ലോ. അപ്പം മാസ്റ്റർ തന്നിക്ക് ഞാൻ പറഞ്ഞപ്പോൾ മൂപ്പരിനോട് ചൂടാവും. അങ്ങനത്തെ എക്സസൈസ് അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ കൊമ്മലിട്ട് ഇങ്ങനെ ജിമ്മ് അതൊന്നും ഞാൻ പറയില്ല. നമ്മളിന്ന് ഒന്നിനും പ്രൊമോട്ടറല്ല. പക്ഷേ എന്തെങ്കിലും തടിക്കൊരു ഇളക്കം വേണം, വേർക്കണം, എല്ലാ ജോയിൻ്റൊക്കെ എന്തെങ്കിലും ചെയ്യാഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് വേഗം ഉറക്കരുന്ന. 2, മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നല്ല മാനസികാരോഗ്യം ഉണ്ടാക്കുക എന്നാണ്. അസൂയ, കുശുമ്പ്, മറ്റത് മറിച്ചത്, നമ്മളെ ആറ്റിറ്റ്യൂഡൊക്കെ വളരെ മോശം. അതുകൊണ്ടാണ് റിലേഷൻസ് പോണത്. ബന്ധങ്ങൾ വഷളാകാനുള്ള കാരണം എന്താ? നമ്മൾ ആൾക്കാരിൽ നമ്മളെ ഈ മാനസികാവസ്ഥ തകരാറാണ്. ഞാൻ എല്ലാ ക്ലാസ്സിലും ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ഇവിടെ ചോദിച്ചാൽ. അല്ലാതെ ആളുകളോട് മറ്റുള്ളവർക്ക് നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ എപ്പോഴും അപ്രോച്ച് ചെയ്യാന്നാണ് പറയാം. ആണോ അല്ലേ? എന്തിനോട് നമ്മൾ ഒരു നിഷേധാത്മക നിലപാടാണ്, വിശദീകരിക്കില്ല. അതായത് പോട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞ് 4-മത്തതാണ് ഏറ്റവും പ്രധാനം, ഭക്ഷണം. നമ്മൾ പഴയ ആൾക്കാർ പട്ടിണി കിടന്നിട്ടുണ്ടാകും, പക്ഷേ അവർക്കൊന്നും പോഷകാഹാരം കിട്ടാതിരുന്നിട്ടില്ല. അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റാണ്. നമ്മൾ പഴയ ആൾക്കാരൊക്കെ ഒരു നേരം ഭക്ഷണം കിട്ടാതിരുന്നിട്ടുണ്ടാകാം, പക്ഷെ കഴിച്ച ഭക്ഷണമൊക്കെ എന്തായിരുന്നു? നല്ല ടോപ്പ് ഭക്ഷണമായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ ചെയ്തത്, ആ വല്യാപ്പ ചെയ്തപ്പോൾ മൂസഹാജി മുതൽ ആ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ ചെയ്തത് ഖൈറും ബർക്കത്തുള്ള വിഷയമാണെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. അവസാനിപ്പിക്കാൻ. അപ്പം അതിനകത്ത് എന്താണ്? കൃഷി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യനുണ്ടാക്കിയത് എന്തുകൊണ്ടാ? ഹലോ, മനുഷ്യനുണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? മണ്ണുണ്ട്. ഓക്കെ. ഈ കാറും ബസ്സൊക്കെ ഉണ്ടാക്കിയതോ? മെറ്റൽ. എന്ത് മെറ്റല്? ഇരുമ്പ് അല്ലേ? കാറും ബസ്സൊക്കെ ഉണ്ടാക്കി ഇരുമ്പ് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ കാറിനൊക്കെ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ എന്തുകൊണ്ട് നന്നാക്കണം? ഇരുമ്പോണ്ട് ഉണ്ടാക്കിയ കാറ് കേടുന്നാൽ എന്തുകൊണ്ടാണ് നന്നാക്കേണ്ടി വരിക? ഇരുമ്പോണ്ട് നന്നാക്കണം. അപ്പോൾ മനുഷ്യനുണ്ടാക്കിയ മണ്ണുകൊണ്ടാണെങ്കിൽ മനുഷ്യനെന്തെങ്കിലും കേട് പറ്റിയാൽ എന്തുകൊണ്ട് നന്നാക്കണം? മണ്ണുകൊണ്ട്. അങ്ങനെ മണ്ണെടുത്ത് തേമ്പേ, മണ്ണ് തിന്നേ. ഇവിടെയാണ് നമ്മൾ വല്യാപ്പാരൊക്കെ ചെയ്തേക്ക് മടങ്ങേണ്ടത്. ആ ഒരു എന്താ പറയുക, ആ ഒരു സംഭവത്തിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ പേരാണ് കൃഷി. ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ എത്ര ആൾക്കാർ ഇപ്പോൾ കൃഷി മാത്രം ചെയ്ത് ജീവിക്കുന്നുണ്ട്? ആരുമില്ല. നിങ്ങൾ വല്യാപ്പാരുണ്ടെങ്കിലോ കൃഷി അല്ലാതെ എന്തെങ്കിലും ചെയ്യുന്ന പോലെ ആരും ഉണ്ടാവില്ല.
അതുകൊണ്ടാണ് ആ കൃഷി ചെയ്യുമ്പം അവനാൻ ചെയ്ത് ആ കൃഷി ചെയ്താൽ എന്താ ഈ മണ്ണിലുള്ള മനുഷ്യൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ധാതുക്കളും ലവണങ്ങളും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഈ ചെടികൾ തെങ്ങാകട്ടെ എന്താകട്ടെ ഏതെങ്കിലും മരത്തിൻ്റെ വേരിലോ തണ്ടിലോ പൂവിലോ കായലോ ഇലയിലോ ആയിട്ട് സംഭരിച്ചു തരും. അത് കഴിച്ചാൽ നമ്മളെ പാച്ച് വർക്ക് നടക്കും. നമ്മളെ വല്യാപ്പാരൊക്കെ അത് കഴിച്ചിരുന്നു. ആ കഴിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പ്രശ്നം. ഇപ്പം നമ്മളിവിടെ ഭക്ഷണം കഴിച്ചു, അതിനകത്ത് അരി മാത്രം ഉണ്ടല്ലേ, ബാക്കിയൊക്കെ ഉള്ളത് നമുക്കറിയില്ല. മുമ്പ് അതല്ല, മുമ്പ് കൂട്ടാൻ വെക്കാം താള്, തവര, ചേമ്പ്, കാവുത്ത് എന്തൊക്കെയോ തന്നിനി. അതിലൊക്കെ പല സംഗതികളുണ്ട്. ചക്കരകിഴങ്ങ് കാണാൻ തന്നല്ല, ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ചക്കരകിഴങ്ങ്. തോല് കളയാതെ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. അവിടുന്ന് അരിയൊക്കെ തവിട് കളയാതെ തിന്നണല്ലോ, വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വല്യാപ്പാർ സ്ഥാപിച്ചിരുന്ന ആ ഭക്ഷണ രീതിയിലേക്കും അവരുടെ സാമ്പത്തിക രീതിയിലേക്കും നമ്മൾ തിരിഞ്ഞു നോക്കാനും ഈ കുടുംബ സംഗമം നോക്കുക. അപ്പോൾ ഒന്നെന്താണ് തുടങ്ങേണ്ടത്? ഇന്ന് പുതിയാപ്പാളിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക, രണ്ടാൾ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക, രണ്ട് കുട്ടികളെ കെട്ടിപ്പിടിക്കുക. 3 സാമ്പത്തികമായ ഭദ്രത. അടുത്ത കുടുംബസംഗമാകുമ്പോഴേക്കും കടമില്ലാത്ത ആൾക്കാർ 5-6 വേണം. പിന്നെയോ ആരോഗ്യം സംരക്ഷിക്കുക, നല്ല ഉറക്കമുണ്ടാകുക, സമാധാനം ഉണ്ടാകുക, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് കുടുംബസംഗമവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവ്യക്തമായി, ഞാനിപ്പോൾ ഇത് ഒരു ഓർഡറിലൊന്നുമല്ല, അങ്ങനെ നല്ലത് പറയാം, അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സൗകര്യവും സമയമൊന്നുമല്ല. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ നമ്മൾ തുടങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അവിടെ കിട്ടിയാലും കിട്ടാത്തവരൊക്കെ ഉണ്ടാവും. ഏതായാലും ഉള്ള സമയം അനുസരിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ച കൂട്ടത്തിൽ എന്തെങ്കിലും പറ്റാത്തത് പറഞ്ഞെങ്കിൽ പെരുത്തപ്പെട്ട ആൾട്ടി. അസ്സലാമു അലൈക്കും. പോട്ടെ, നിർത്തട്ടെ, ഓക്കെ.